ഇതൊരു ചോരക്കുളമായിരുന്നു. അപ്പോൾ ഇവിടെ തിരുമേനി കയറിപ്പോയിട്ട് തിരുമേനി വന്നിട്ടില്ല. അതേ കാണുന്ന ഗുഹക്കടയായിരുന്നു തിരുമേനി മുകളിലോട്ട് കയറിപ്പോയത്. ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഗുഹാകാലഘട്ടം മുതൽ തന്നെ ക്ഷേത്ര നിർമ്മിതികളും വിഗ്രഹ ആരാധനകളും നിലനിന്നിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ ചരിത്രകാരന്മാർ പുതുതലമുറയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള ജൈനമത വിശ്വാസികളുടെ കടന്നുവരവോടെ ധാരാളം ജൈന ക്ഷേത്രങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ജൈനമത വിശ്വാസികൾ ആരാധനയ്ക്കായി നിർമ്മിച്ചത് എന്ന് കരുതുന്ന കേരളത്തിലെ ഒരു പ്രാചീന ഗുഹാക്ഷേത്രമാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ മേദല എന്ന ഗ്രാമപ്രദേശത്താണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം 28 ഏക്കറോളം ദൈർഘ്യം വരുന്ന വനത്തിനുള്ളിൽ ഒരു വലിയ പാറയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിശബ്ദമായ പ്രകൃതിയും പാറക്കൂട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രവും ഭക്തിയുടെയും ഭയത്തിന്റെയും സമ്മിശ്രഭാവങ്ങൾ ഇടചേരുന്ന ഒരു അനുഭവമാണ്. പരസ്പരം ബന്ധിക്കപ്പെടാത്ത കല്ലുകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ജൈനമത ക്ഷേത്രമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം. കുത്തനെയുള്ള 69 പടികൾ കയറി വേണം പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ നടയിലെത്തുവാൻ. തിരുനടയുടെ വലതുവശത്തായി നാഗരാജ പ്രതിഷ്ഠയും ക്ഷേത്രത്തിനു പിന്നിലായി തലയുയർത്തി നിൽക്കുന്ന ഒരു കൂറ്റൻ ഒറ്റക്കല്ലും കാണുവാൻ സാധിക്കും. ഈ ഒറ്റക്കല്ലിനും ഒരു ഐതിഹ്യം പറയുവാനുണ്ട്. കല്ലിൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേരാണ് രക്തക്കുളം എന്നുള്ളത്. ക്ഷേത്രത്തിനു പിന്നിൽ കാണുന്ന ഒറ്റക്കല്ലിന് മുകളിലാണ് കഥകളിൽ പറയുന്ന രക്തക്കുളം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. ചേട്ടാ, ഈ അമ്പലം നേരത്തെ ശാരത്ത് പിഷാരതി എന്നൊക്കെ ആയിരുന്നു പറഞ്ഞു. അവർക്കട അമ്പലമായിരുന്നു. അപ്പം അതിൻ്റെ മോൻ ചിത്രകാരനായിരുന്നു. പുള്ളി ഇവിടെ വന്നിങ്ങനെ വരച്ചതായിരുന്നു ഇവിടെ എല്ലാം. പിന്നെ ആ ഭഗവതിയുടെ ഫോട്ടോ ഇവിടെ നേരത്തെ തൊട്ടുള്ളായിരുന്നു. നമ്മൾ ആദ്യം പോയില്ലേ, കല്ലിരിക്കണ ഭഗവതിയുടെയൊക്കെ ഇവിടെ നേരത്തെ ഉള്ളതായിരുന്നു. ഈ കല്ലൊക്കെ വെച്ചേക്കണ വീടുണ്ടാവാത്തവർക്ക് വീടൊക്കെ ഉണ്ടാവാനും പിന്നെ ഇവിടെ അകത്ത് തൊട്ടിലൊക്കെ കിട്ടുമായിരുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ അകത്താന്ന് വെച്ചാൽ ഈ പിള്ളേരുണ്ടാവാത്തവർക്ക് പിള്ളേരുണ്ടാവാനൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു മാവെന്ന് വെച്ചാൽ ഈ അമ്പലത്തിലെ പൂജ കഴിഞ്ഞിട്ട് അവർ കർപ്പൂരം അതിൻ്റെ അകത്ത് ഇടുമായിരുന്നു, അതിൻ്റെ ചുറ്റും. അങ്ങനെയായിരുന്നു അതിൻ്റെ അകത്ത് കർപ്പൂരമാവ് എന്നൊക്കെ പറയണം. ഇവിടെ 2 കുളമുണ്ട്. ഒന്ന് ആനേനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവരെ കുളിപ്പിക്കും. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ തിരുമേനീനെ ആരെങ്കിലുമൊക്കെ ഒന്ന് തൊട്ടാൽ അന്ന് കുളിക്കണ സ്ഥലമായിരുന്നു. അന്ന് വെച്ചാൽ തിരുമേനിക്ക് ഈ പിള്ളേരെ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ കുളിക്കണമല്ലോ. അപ്പോൾ അത് കാരണം അവരിത് നേരത്തെ പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഈ ഇരിക്കണ പാറയും ഈ പാറയൊന്നും മുട്ടിയിട്ടില്ല ഒരു സ്ഥലത്തും. രക്തക്കുളം കാണാനൊന്നും പറ്റില്ല. അതേ ഗുഹയുടെ അകത്തേക്കടെയായിരുന്നു തിരുമേനി കയറിപ്പോയത്. അതേ കാണുന്ന ഗുഹക്കടയായിരുന്നു തിരുമേനി മുകളിലോട്ട് കയറിപ്പോയത്. പിന്നെ തിരുമേനി തിരിച്ചു വന്നിട്ടില്ല, അവിടെ ഇരിക്കുകയത്. പിന്നെ ഇവിടെ നേരത്തെ ഇവിടെ പിടിയാനായിരുന്നു വരുവുള്ളൂ. അപ്പോൾ ഒരു ആനപ്പാപ്പാനും ഒരു ആനയും കൂടെ കൊമ്പനാനേനെ കൊണ്ടുവരാൻ. അപ്പോൾ തിരിച്ചു പോകാൻ നേരത്തെ ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദേവി എന്നിട്ട് ഇവിടെ അടുത്തുള്ള ഒരു പാടത്ത് ആനേനെ അവിടെ ഇരുത്തി കല്ലാക്കി. കല്ലെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുറേ പോകണം. അവിടേക്ക് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കും. അങ്ങോട്ടേക്ക് ഇപ്പോൾ കയറാനൊന്നും പറ്റില്ല. ഇവിടെ രാവിലെ തുറക്കുന്നത് 5:30 4:30 ആകുമ്പോഴേക്കും എല്ലാവരും വരും. പിന്നെ വൈകുന്നേരം 5:30 തന്നെ. എന്നിട്ട് ആൾക്കാർ അടയ്ക്കുമ്പോഴേക്കും ഒരു 8 മണി 8:30 ആവും. പൂജാരി അച്ചു എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര് കൃഷ്ണപ്രസാദ് എന്നാണ്. പുള്ളി ഇവിടെ നേരത്തെ തൊട്ടുണ്ടായിരുന്നു. അപ്പം അതിക്കും മുമ്പ് ഒരു തിരുമേനി വന്നിട്ടുണ്ടായിരുന്നു. അത് ഉത്സവത്തിൻ്റെ സമയത്ത് പുള്ളിക്ക് എങ്ങാണ്ട് ദേഷ്യം വന്നിട്ട് പുള്ളി ദേവിയുടെ വിഗ്രഹമൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ വലിയ കേസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഇവരൊക്കെ കൂടിയാണ് ഈ അച്ചു എന്നാണ് വിളിക്കണേ, ആ തിരുമേനീനെയൊക്കെ വിളിച്ചത്. ഇവിടെ ഫുള്ള് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിരിക്കണേ അതൊക്കെ കാണാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും ഇവർക്ക്. എൻ്റെ വീട് ഇവിടെ താഴെ ആയിട്ടാണ്. വരാറുണ്ട്, വൈകിട്ട് രാവിലെയൊക്കെ വരാറുണ്ട്. ആദിനാഥ്.
ക്ഷേത്രത്തിലെ ഒരു പൂജാരി ഒരു ദിവസം പാറയ്ക്കു പിന്നിൽ ഉയരത്തിൽ കാണുന്ന ഗുഹയിലൂടെ എന്തോ ഒരു ആവശ്യത്തിനായി മുകളിലേക്ക് കയറിപ്പോയെന്നും പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല എന്നുമാണ് പറയപ്പെടുന്നത്. ഈ പാറയ്ക്ക് മുകളിൽ രക്തം കലങ്ങിമറിഞ്ഞു കിടക്കുന്ന ഒരു കുളമുണ്ടെന്നും പറയപ്പെടുന്നു. ഇതാണ് രക്തക്കുളമെന്ന പേരിൽ അറിയപ്പെടുന്നത്. ഐതിഹ്യം എന്താണെങ്കിലും ഈ ഗുഹയിലൂടെ പിന്നീട് കയറിപ്പോകാൻ ആരും ശ്രമിച്ചിട്ടില്ലെന്നും അഥവാ ശ്രമിച്ചവർക്ക് അതിൻ്റെതായ ദോഷഫലങ്ങൾ പിന്നാലെ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിനു പിന്നിലെ പരന്ന പാറയിൽ കല്ലിൽ കൊത്തിയ ആനയുടെ രൂപവും ഗുഹ പോലെയുള്ള ഒരിടം കയറി വരുമ്പോൾ പാറയിൽ ഒരു ഭഗവതി രൂപവും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന കർപ്പൂരമാവിന് ആ പേര് വന്നതിന് പിന്നിലും ഒരു കഥ പറയാറുണ്ട്. പണ്ടുകാലത്ത് ഭക്തർ ഏതോ ഒരു ആചാരത്തിന്റെ ഭാഗമായി മാവിൻ ചുവട്ടിൽ കർപ്പൂരം അർപ്പിക്കുകയും കാലാന്തരത്തിൽ മാവിന് കർപ്പൂരമാവെന്ന പേര് വന്നുവെന്നും കർപ്പൂരഗന്ധമുള്ള മാമ്പഴമാണ് മാവിൽ നിന്നും ലഭിക്കുന്നത് എന്നുമാണ് പറയപ്പെടുന്നത്. ഇടിതൊഴൽ എന്നൊരു വ്യത്യസ്തമായ വഴിപാടും ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട്. വ്രതമനുഷ്ഠിച്ച മാരാർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ഉണക്കലരി, വെറ്റില, പാക്ക്, ചുണ്ണാമ്പ്, മഞ്ഞൾ എന്നിവ ഉരലിൽ ഇടിച്ചുണ്ടാക്കുന്ന കൂട്ട് ദേവിക്ക് സമർപ്പിച്ച് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ക്ഷേത്രത്തിലെ ഉത്സവ ദിവസമായ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണിത്. രക്തക്കുളത്തെ പറ്റി പറയുമ്പോൾ വിട്ടുപോകാതെ പറയേണ്ട മറ്റൊരാചാരം കൂടിയുണ്ട്. രക്തക്കുളപ്പാറയുടെ ചുവട്ടിലെ ചെറിയ വിടവിൽ അടുക്കി വെച്ചിരിക്കുന്ന കല്ലുകൾ കണ്ടപ്പോൾ ഉണ്ടായ കൗതുകം മൂലം എന്താണ് ഇതിന്റെ പിന്നിലെ ഐതിഹ്യമെന്ന് അന്വേഷിച്ചപ്പോൾ സ്വന്തമായി ഒരു ഭവനം വേണമെന്ന ആഗ്രഹത്തോടെ എത്തുന്നവർ ഭക്തിയോടെ മേൽപ്പറഞ്ഞ രീതിയിൽ കല്ലുകൾ അടുക്കി വെച്ചാൽ വീട് നിർമ്മാണം നടക്കുമെന്നാണ് വിശ്വാസം. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പിടിയാനയെ കൊണ്ട് ഉത്സവം എഴുന്നള്ളിപ്പ് നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം. ഈ ആചാരത്തെ ചുറ്റിപ്പറ്റിയും ഒരു ഐതിഹ്യം പറയുവാനുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിൽ നിലകൊള്ളുന്ന ആനക്കല്ല് ഒരിക്കൽ ദേവിയുടെ ശക്തി പരീക്ഷിക്കുവാൻ വന്ന കൊമ്പനാനയുടെ പാപ്പാന്റെയും അയാളുടെ കൊമ്പനാനയുടെയും കഥയാണ് ഈ ആനക്കല്ലിന് പറയുവാനുള്ളത്. ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ കല്ലിൽ ക്ഷേത്രം എന്ന് പറയുന്നത് ആരാധനകൾ നിലവിൽ വരുന്ന കാലത്തിനു മുൻപ് പ്രശസ്തമായ ഒരു ജൈന ഗുഹാക്ഷേത്രമായിരുന്നു. പിന്നീട് ബ്രാഹ്മണാധിപത്യത്തിന്റെ കടന്നുവരവോടെ സങ്കല്പങ്ങളും പ്രതിഷ്ഠകളുമെല്ലാം ബ്രാഹ്മണ രീതിയിലേക്ക് മാറ്റപ്പെട്ടു. ഓടക്കാലിയിൽ നിന്നും ആലുവ മൂന്നാർ റോഡിലും പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. ഗുഹാക്ഷേത്ര സങ്കല്പമായതിനാൽ മറ്റുള്ള അമ്പലങ്ങളിലെ പോലെ പ്രദക്ഷിണം ചെയ്ത് ഈ അമ്പലത്തിനു പിന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. മറ്റൊരു ക്ഷേത്രവിശേഷവുമായി അടുത്ത അധ്യായത്തിൽ കാണാം.